Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, once again, good afternoon to all. Okay, we can start. Are prayer? ഞാനാണ് മിസ് റാണി ഷാജി. Dear Lord, thank you for the gift of this new day. Please guide our steps, protect us from harm, and fill our hearts with peace and love. Help us to see your blessing in every moment, and may I serve others with kindness and grace. Sign in, ma'am. Good afternoon, everyone. Welcome to our online class. I am Demya, and I would like to extend a warm welcome to our respected teacher, Jisha ma'am. We are excited to learn from you and engage in discussion. Let's make the most of this virtual classroom and have a productive session. Thank you, ma'am, for joining us today. Thought of the day, ma'am. The former president of South Africa, Nelson Mandela's thought. Education is most powerful weapon you can use to change the world. അതായത് വിദ്യാഭ്യാസം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്. വിദ്യാഭ്യാസം ഉപയോഗിച്ച് നമുക്ക് ലോകത്തെ തന്നെ മാറ്റാൻ കഴിയും. താങ്ക് യു മിസ്. ടീച്ചറെ കേൾക്കാൻ പാടില്ല. ഇപ്പൊ കേൾക്കാം. മ്യൂട്ടായിരുന്നു, ഞാൻ ഓൺ ചെയ്യാൻ വിട്ടുപോയതാ. ഇപ്പൊ കേട്ടൂടെ? ഇപ്പൊ കേൾക്കാലോ. കേൾക്കാം മിസ്. കേൾക്കാം. Okay, so where were we? ഏത് ടോപ്പിക് എടുത്തോണ്ടിരുന്നേ? Importance of health education. എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞോ? യെസ് മാം. Yes. Okay. 1 second കേട്ടോ, ഞാൻ നോട്ടൊന്നും എടുത്തോട്ടെ. സോ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അതിന്റെ ഇമ്പോർട്ടൻസ്, എയിംസ് ഒക്കെ നമ്മൾ സംസാരിച്ചു. കുറെ ആക്ച്വലി അതൊരു ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷനെ നമ്മൾ നോളജ് ആക്കിയതിന് ശേഷം നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അല്ലാതെ അത് ആ അറിവ് കിട്ടി, ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു അറിവ് കിട്ടി എന്നുള്ളതല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് മീൻസ് വാട്ട് വി ഡസ്. നമുക്കത് അറിഞ്ഞു എന്നുള്ളതല്ല, വാട്ട് വി ഡസ്. ഫസ്റ്റ് ബാച്ചിനൊക്കെ അതൊരു ക്വസ്റ്റ്യൻ കൊടുത്തപ്പോഴേക്കും അവർക്ക് അത് ഭയങ്കര കൺഫ്യൂഷനായി. എന്താ അതൊന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? കഴിഞ്ഞോ? കഴിഞ്ഞു മാം. ഇനി എയിംസ് ആണ് പറയേണ്ടത്. ഈ വച്ചിരിക്കുന്ന പോർഷൻ അല്ലേ പറയുന്നത്? ഓക്കെ, എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അത് ഓരോ പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യും. ഓഡിയോ നല്ല ക്ലിയർ ആണ്, കംഫർട്ടബിൾ ആയിട്ട് ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് റെഡി.
Yes. Yes, ma'am. Yes, please. വായിക്കട്ടെ മിസ്. Thank you. Yes. Aims and values of health education. The following are the main aims and objects of health education in schools. The first one, to provide information about health and hygiene. It aims at introducing the peoples and teachers with the functioning of the body to rules of health and hygiene and the preventive measures for warding of disease. It is to be noticed of the pupils how bad habits, unhygienic ways of living, addiction to smoking and liquor and such unhealthy practices result in wrong consequence, betterment of human relationship, particularly from the standpoint of health. Second point, to maintain norms of food health, good food health. It helps the school authorities to keep certain Okay, fine. First point മതി, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് സെക്കൻഡിലേക്ക് പോകും. ഓക്കെ, സോ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമുക്ക് ഇങ്ങനെ നമ്പർ ഇട്ട് വയ്ക്കാവുന്നതല്ല. വി ഹാവ് മോർ മീൻസ് ഓരോ ഔട്ട് ബ്രേക്ക് വരുമ്പോൾ, കോവിഡ് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ഓരോ ഔട്ട് ബ്രേക്ക് വരും, കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കും, അതുപോലെ തന്നെ പ്രായമായവരെ കൂടുതൽ ശ്രദ്ധിക്കും, സുഖമില്ലാതെ വീട്ടില് അങ്ങനെ ബെഡ് ആയിട്ടുള്ളവർ അവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. നമ്മുടെ പെറ്റ്സ്, വീട്ടിൽ വളരുന്ന പെറ്റ്സ്, അവരുടെയും ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അതിനെ നല്ലപോലെ ഹൈജീനിക് ആയിട്ട് തന്നെ നമ്മൾ വളർത്താനായിട്ട് നോക്കും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഈ എയിംസും വാല്യൂസും ഒന്നും ഒന്നോ രണ്ടോ പോയിന്റ്സിൽ നമുക്ക് നിർത്താനുള്ളതല്ല, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നതാണ്, വൈഡ് ആണ്. ഓക്കെ, പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇതിന്റെ ഫസ്റ്റ് ഒരു എയിം അല്ലെങ്കിൽ വാല്യൂ ആയിട്ട് പറയുന്നതാണ് ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക ടു ഓൾ ദ പീപ്പിൾ. ആ ഒരു സൊസൈറ്റിയിലേക്ക്, ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂൾ ലെവലിലൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, സ്കൂളിൽ എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ ഒക്കെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുന്നത് സ്റ്റുഡൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സ് വരുന്നുണ്ട്, പാരന്റ്സ് ഇൻഡയറക്ട്ലി ആണ്, എപ്പോഴും അവിടെ ഉള്ളവരാണ് സ്റ്റുഡൻസും ടീച്ചേഴ്സും, ബാക്കി നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാം. അപ്പൊ അവരുടെ പ്രോപ്പർ ഫങ്ഷനിങ്, നല്ല ആരോഗ്യമുള്ളൊരു ടീച്ചർക്കാണ് കുട്ടികളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരുമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും പറ്റുള്ളൂ അല്ലെ. എപ്പോഴും അസുഖത്തോട് വരുന്ന ടീച്ചർക്ക് ഒരിക്കലും കുട്ടികളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർമാരും ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും നല്ലപോലെ അവെയർ ആയിരിക്കണം. ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ റൂൾസ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രിവെന്റീവ് മെഷർ, അതായത് വാർഡിങ് ഓഫ് ഡിസീസസ്. വാർഡിങ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുക, ഇല്ലാതാക്കാനായിട്ട് പറ്റും. വൈപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പ്യൂപ്പിൾ, സ്റ്റുഡൻസിന് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോട്ടീസ് ചെയ്യുക, അവരെ അതിൽ നിന്നും മാറ്റാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അവരുടെ വേ ഓഫ് ലിവിങ്, സ്കൂളിലേക്ക് വരുന്നു, ചില കുട്ടികൾ വരുമ്പം ഒട്ടും നീറ്റ് അല്ലാതെ, നഖമൊന്നും വെട്ടാതെ, നഖത്തിനകത്ത് അഴുക്കൊക്കെ പിടിച്ച്, പിന്നെ കുളിക്കാതെ, മുടി ശരിക്കും കോംപ് ചെയ്യാതെ, മുടി കറക്റ്റ് ട്രിം ചെയ്യാതെ അങ്ങനെയൊക്കെ വരും അല്ലെ. ഷാബി ആയിട്ട് ഡ്രസ് ചെയ്ത് മുഷിഞ്ഞ വേഷത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാന്ന് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നോ, നമ്മളുടെ ഒരു ബാച്ചിലെ ഒരു കുട്ടി ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ അവിടെ ഇതുപോലെ ഒരു കുട്ടി വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമ്മുടെ ഒരു ബാച്ചിൽ എനിക്ക് Yes, ma'am. തോന്നുന്നു പറഞ്ഞിരുന്നോ? ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തോന്നി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഓക്കെ, ഞാൻ പറഞ്ഞതിൽ ഒന്നുകൂടെ പറയാം. അതിങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടപ്പോ ക്ലാസ്സിൽ വന്നപ്പോ അതിങ്ങനെ ഷെയർ ചെയ്യുക. അപ്പോഴും അത് അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ്സിൽ വന്നപ്പോ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഇങ്ങനെ ഒരു കുട്ടി വന്നു. അതിന്റെ സിബ്ലിങ്, എൽഡർ ബ്രദറും അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. അവന്റെ ട്രൗസർ ഒക്കെ ആണെന്ന് തോന്നുന്നു മുഷിഞ്ഞത്, പഴയതൊക്കെ ഇവന് ഇട്ട് കൊടുക്കും. ഇവന് ശരിക്കും അത് പാകല്ല, അതിങ്ങനെ ഊരിപ്പോകും. പിന്നെ വെള്ളം കൊടുത്ത് വിടില്ല പാരന്റ്സ്, അങ്ങനെ ഇങ്ങനെ ഭക്ഷണവും നല്ല രീതിയിലൊന്നും കൊടുത്തൊന്നും വിടില്ല. വലിയ കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യലി അങ്ങനെ ഇഷ്യൂ ഒന്നുള്ള പാരന്റ് ഫാമിലി എന്നുള്ളതൊന്നും അല്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, പാരന്റ്സിനെ വിളിച്ചൊന്ന് വാൺ ചെയ്താൽ മതി, ചൈൽഡ് ലൈനിൽ അറിയിക്കുന്നത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ചുമ്മാ ഒന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു പാരന്റ്സിനെ വിളിച്ച് ഇതുപോലെ പറഞ്ഞു, കുട്ടി ഇങ്ങനെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പല പ്രാവശ്യം പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു, കുട്ടിയെ നല്ലപോലെ വിടണം,
അവന് പാകമുള്ള ഡ്രസ്സ് തന്നെ അവനെ വൃത്തിയായിട്ട് അവനെ ധരിപ്പിക്കണം, പിന്നെ വെള്ളം കൊടുത്തു വിടണം, നല്ല ഭക്ഷണം കൊടുത്തു വിടണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവര് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പലതവണ സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നേരിട്ട് പറഞ്ഞു, എന്നിട്ടൊന്നും അവര് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുട്ടിയെ നല്ല നീറ്റായിട്ട് വിടുന്നുണ്ട്. അവർക്ക് അങ്ങനെ ചെയ്യുന്ന പറ്റാഞ്ഞിട്ടുള്ളവരല്ല, അവരുടെ ഒരു രീതി എന്ന് തന്നെ പറയാം. പിന്നെ നല്ല നീറ്റായിട്ട് അവന്റെ പാകമുള്ള ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഒരു ബോട്ടിലിൽ വെള്ളവും ഭക്ഷണമൊക്കെ നല്ല രീതിയിലൊക്കെ ആക്കി നീറ്റായിട്ട് വിടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുട്ടികളിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ്, ഇപ്പൊ നെയിൽ ബൈറ്റിംഗ് തന്നെയല്ല, പല രീതിയിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാകാം. അത് ശ്രദ്ധിക്കുക, നോട്ടീസ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. പിന്നെ അവരുടെ അൺഹൈജീനിക് വേ ഓഫ് ലിവിങ് അതും ശ്രദ്ധിക്കുക. അതിന്റെ അതൊന്ന് അഡ്രസ് ചെയ്യുക, ആ പ്രോബ്ലം ഒന്ന് അഡ്രസ് ചെയ്യുക. അതെങ്ങനെയെങ്കിലൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ പാരന്റ്സിന് അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അവയർനെസ് പാരന്റ്സിനും കൊടുക്കും. പിന്നെ അഡിക്ഷൻ ടു സ്മോക്കിംഗ്, പേജ് നമ്പർ ഒന്ന് പറയാമോ? ആരെങ്കിലും ടെക്സ്റ്റിലെ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം എനിക്ക് ഓരോ 4 ആണ്. ഓക്കെ. യൂണിറ്റ് 2 അല്ലേ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. പിന്നെ ഈ സ്മോക്കിംഗ് ലിക്കർ, ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്ന, അതായത് ഇപ്പൊ വീട്ടില് പാരന്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ അതിന്റെ വീടിക്കുറ്റി എടുത്ത് വലിച്ചു നോക്കും. അങ്ങനെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു അഡിക്ഷൻ പോലെ ആയി മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അത് മാത്രമല്ല, ഒരു അഡോളസന്റ് ഏജിലേക്ക് ഇപ്പൊ 7th ക്ലാസ് ഒക്കെ ചെല്ലുമ്പോഴും ചില കുട്ടികളൊക്കെ ഇതിന് അഡിക്ഷൻ ആയിട്ട് മാറാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം അൺഹെൽത്തി പ്രാക്ടീസസ് ആണെന്നുള്ള അവയർനെസ് അവർക്ക് കിട്ടണം. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോങ് കോൺസിക്വൻസ്, ഒരു പരിണിത ഫലങ്ങൾ, കോൺസിക്വൻസസ് എന്ന് പറയുന്നത് വളരെ തെറ്റായ രീതിയിലേക്ക് ചെന്നെത്തുന്നുള്ളതൊക്കെ, അതായത് അസുഖങ്ങൾ വരാം. പിന്നെ ഞാനൊരു ദിവസം ഞാൻ പഠിച്ച സ്കൂളിൽ പോയി, രണ്ട് ബിൽഡിംഗ് ആയിട്ട്, അതായത് ഒരു കുന്നുപോലെ സ്ഥലമാണ്. മുകളില് ഒരു ബിൽഡിംഗ്, പഴയ ബിൽഡിംഗ്, ഒരു 100 വർഷത്തോളം പഴക്കം, അതിന് മുകളിൽ പഴക്കമുള്ള സ്കൂളാണ് കേട്ടോ. താഴെ വേറൊരു ബിൽഡിംഗ്. അപ്പൊ ഞങ്ങള് ഓൾഡ് സ്റ്റുഡൻസ് പല ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. അപ്പൊ ഈ 10th കുട്ടികൾക്ക് എക്സാം ഒക്കെ ആവുമ്പോൾ ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ പോയപ്പോ മുകളിലത്തെ ബിൽഡിംഗ് ഇങ്ങനെ കാലപ്പഴക്കം പോലെ ഇങ്ങനെ ദ്രവിച്ച് ഓടിട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് പൊളിക്കാൻ പോവാന്ന് അച്ഛൻ പറഞ്ഞപ്പോ എന്നാ ഒന്ന് പോയി കാണാം, കാരണം ഞങ്ങളുടെ ക്ലാസ് ഒക്കെ അവിടെയായിരുന്നു. ഒന്ന് പോയി കാണാന്നൊക്കെ കരുതി ഞാൻ മുകളിലത്തെ ബിൽഡിങ്ങിലേക്ക് പോയി. അവിടെ ക്ലാസ് ഒന്നും നടക്കുന്നില്ല, എല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് വീഴാറായി കിടക്കുക. അപ്പൊ ചെന്നപ്പോഴേക്കും ഒരു മോൻ അവിടെ ആ ബിൽഡിങ്ങിന്റെ ജനൽ സൈഡിൽ ഇരിക്കുന്നു. എന്നെ കണ്ടതോടുകൂടി ഇവൻ ചാടി ഇറങ്ങി. ഇവൻ ചാടി നിലത്ത് കാലിങ്ങനെ നിലത്തായപ്പോ അങ്ങോട്ട് നോക്കിയപ്പോ അവിടെ ഒരു സിഗരറ്റിന്റെ കുറ്റി കിടക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ വേഗം അത് എടുത്തപ്പോ ഇങ്ങനെ ചൂടുണ്ട്. അപ്പ അവൻ സ്മോക്ക് ചെയ്ത് അവിടെ ഇട്ടതാ, നല്ല ചൂടുണ്ട്. ഞാൻ ചോദിച്ചു, പേരൊക്കെ ചോദിച്ചു, എത്ര ക്ലാസ്സിലാണെന്നൊക്കെ ചോദിച്ചപ്പോ 10th പറഞ്ഞു. വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോ സ്കൂളിന്റെ താഴെ തന്നെയാന്ന്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും, ഒറ്റ മോനാ. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ വർക്ക്ഷോപ്പ് എന്നാണോ ഓട്ടോ ഓടിക്കുവാണെന്നോ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛൻ സ്മോക്ക് ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല. അച്ഛൻ ഡ്രിങ്ക്സ് യൂസ് ചെയ്യോ? ഇല്ല. ഞാൻ പറഞ്ഞു, അപ്പൊ ഈ വിവരം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് തോന്നുന്നു ചോദിച്ചു. മകൻ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നതേ. അപ്പം അച്ഛൻ നല്ല വിഷമാവും. അത് കഴിഞ്ഞിട്ട് കുറെ സംസാരിച്ചപ്പോഴാണ് കാണാനൊക്കെ നല്ലൊരു മിടുക്കനായിട്ട് ഒരു മോൻ കേട്ടോ. അവൻ സ്പോർട്സിൽ ഭയങ്കര ടോപ്പാ. എറണാകുളം ജില്ലയെ റെപ്രസെന്റ് ചെയ്തും കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തൊക്കെ ഇവൻ കളിച്ചിട്ടുണ്ട്. ഒരു മാച്ച് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത മാച്ചിന് വേണ്ടിയിട്ട് ഇവർക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവധി കൊടുത്തേക്കുക. ബാക്കി കുട്ടികൾ, പ്രാക്ടീസിനുള്ള കുട്ടികൾ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി കുട്ടികൾ സ്കൂളിൽ വരുന്നുണ്ട്. ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി വന്ന ഇതില് ക്ലാസ് നടക്കുന്ന സമയത്ത് ഇവൻ ആരും ഇല്ലാത്ത ബിൽഡിങ്ങിൽ വന്നിരുന്ന് സ്മോക്ക് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എച്ച്എമ്മിന്റെ അടുത്തൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണോന്ന് ചോദിച്ചു. ഒന്ന് അതേന്ന് പറഞ്ഞു. 10th കഴിഞ്ഞ് എന്താ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ സ്പോർട്സിന്റെ ഇതിൽ തന്നെ ചേർന്ന് അങ്ങനെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത് സ്മോക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അത് അഫക്ട് ചെയ്യുന്ന ഓർഗൻ ഏതാന്ന് ചോദിച്ചു. പിന്നെ ലങ്സ് ആണ്, ശ്വാസകോശം, ലങ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ സ്പോർട്സിൽ നിങ്ങൾക്ക് ഈ ലങ്സിന് ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾക്ക് ഓടാനും ചാടാനും പറ്റുമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, പറ്റില്ല. ചോദിച്ചു, ഇതൊക്കെ അറിഞ്ഞിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇനി സ്പോർട്സിൽ ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല മിസ്, എനിക്കത് മനസ്സിലായി, ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു.
എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവരുടെ ബോഡിയുടെ പോസ്ചർ തന്നെ മാറും, ആ ഒരു ഫിസിക് തന്നെ മാറി, ഇങ്ങനെ വളഞ്ഞിതാവും. ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇങ്ങനെ വലിക്കുക എന്ന് പറയുമ്പോൾ ലങ്സിന് ഭയങ്കര സ്ട്രെയിൻ വരുവാണ്. ലങ്സ് ആ സ്മോക്ക് മുഴുവനും ലങ്സിൽ പോയിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. അതിങ്ങനെ വലിച്ചു വിടും. പുറത്തേക്ക് ചെല്ലുമ്പോൾ പാസീവ് സ്മോക്കിംഗ്, അടുത്തുള്ളവരെ അത് ബാധിക്കും. അങ്ങനെ സാധാരണ ചില ആളുകൾ പറയും ഡ്രിങ്ക്സിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്മോക്ക്. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന ആളെ ബാധിക്കും. വീട്ടിലെ സമാധാനം സന്തോഷമൊക്കെ നഷ്ടപ്പെടും, സാമ്പത്തികമായിട്ട് തകർന്നു പോകും, അതൊക്കെ ആണ്. പക്ഷെ ആരോഗ്യപരമായിട്ട് മറ്റുള്ളവരെയും കൂടെ ബാധിക്കുന്നതാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഉള്ള ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആരും വെക്കില്ല. ആ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എല്ലാം മോശമാകും. പിന്നെ ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റ്, നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ഒരാളുടെ രീതികളും വളരെ ഹെൽത്തി ഹൈജീൻ ആയിരിക്കും. അയാൾക്ക് ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന എല്ലാ ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. സോ അങ്ങനെ ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കുക, ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പെരുമാറുക. ഇനി സെക്കൻഡ് പോയിന്റ് ആരാ റെഡി ചെയ്യാം? Ready, ma'am. Okay. 2. To maintain norms of health, to maintain norms of good food health, it helps the school authorities to keep certain principles of health in school. A number of programs of good health growth in the pupil, sufficient habits of hygiene, atmosphere such as cleanliness, etc. അവിടെ ഹെൽപ്പ് എന്നാക്കണം കേട്ടോ. ഹെൽപ്സ് HELPS എന്നാക്കണം. സ്പെല്ലിംഗ് തെറ്റിയതാ. ഇറ്റ് ഹെൽപ്സ് ദ സ്കൂൾ അതോറിറ്റീസ്. ഹീപ്സ് അല്ല, ഹെൽപ്സ്. ഞാൻ ഫസ്റ്റ് ഹെൽപ്സ് എന്നാണ് അത് വായിച്ചത്, പിന്നീട് പെട്ടെന്ന് തന്നെ ഹെൽപ്സ് എന്നങ്ങ് വന്നു, എന്നിട്ട് പിന്നെ ഹീപ്സ് ആക്കി അല്ലേ? ഞാൻ അപ്പോഴേക്കും ഞാൻ മ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്തേനെ. ഞാൻ ഓർത്തില്ല, അത് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് കറക്റ്റ് ചെയ്യണായിരുന്നു. ഓക്കെ. സോ ഇറ്റ് ഹെൽപ്സ് സ്കൂൾ അതോറിറ്റീസ്. സ്കൂൾ അതോറിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ഗുഡ് ഹെൽത്ത് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, പിന്നെ സ്കൂളിലും സർട്ടൻ ഇതിന് ഹെൽത്തിനും ഹൈജീനും വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തരും. പിന്നെ പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യും. എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ സ്കിറ്റോ അല്ലെങ്കിൽ കുട്ടികളുടെ ക്യാമ്പയിൻ പോലെയോ കുട്ടികളെ അതിനുള്ള ചാർട്ട് പ്രിപ്പറേഷനോ ചില ക്ലാസ് റൂമുകളിലോ വൈറ്റമിൻസിന്റെ ചാർട്ട് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാംസും എല്ലാം കണ്ടക്ട് ചെയ്യും. പിന്നെ ഫ്രൂട്ട്സിന്റെ ഇമ്പോർട്ടൻസ്, ധാരാളം വെള്ളം കുടിക്കേണ്ട ഇമ്പോർട്ടൻസ്, മറ്റേ വാട്ടർ ബെൽ എന്നുള്ള ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നല്ലോ ചില സ്കൂളുകളിൽ. അങ്ങനെ ആ വാട്ടർ ബെൽ, കുട്ടികൾ വെള്ളം കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ പാരന്റ്സ് എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്നു. ഈ ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. മേ ബി ടോയ്ലറ്റ് എപ്പോഴും നനഞ്ഞു കിടക്കുന്നു, വീട്ടിലെ പോലെ ആവില്ലല്ലോ, ചിലപ്പോൾ അത്ര ക്ലീൻ ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നുന്നുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ വെള്ളം കുടിച്ചാൽ ടോയ്ലറ്റിൽ പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാതിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ കുട്ടികളൊക്കെ പഠിച്ചിരുന്ന സ്കൂളുകളിൽ നമ്മളത് പാരന്റ്സ് ഇങ്ങനെ എപ്പോഴും മീറ്റിങ്ങിന് പറയുന്നത് കുട്ടികളെ വെള്ളം കുടിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടോയ്ലറ്റ് ഒക്കെ പോയി ഞങ്ങൾ പാരന്റ്സ് പോയി നോക്കി. ടോയ്ലറ്റ് ഒക്കെ നല്ല ക്ലീൻ ആണ്, പക്ഷെ ഈ നനഞ്ഞു കിടക്കുമ്പോൾ ഒരു മടി തോന്നുമല്ലോ. ഒരു കുട്ടി കയറി കഴിയുമ്പോൾ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോർണിംഗും ഇത് കുട്ടികൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി വീണ്ടും ക്ലീൻ ചെയ്യും. അതുപോലെ വെള്ളം പമ്പ് ചെയ്തിട്ട് ഇത് തന്നെ ക്ലീൻ ചെയ്യാറുണ്ട്. നല്ല നീറ്റായിട്ടാണ് ടോയ്ലറ്റ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ വാട്ടർ ബെല്ല് എന്നുള്ള രീതിയിൽ ഒരു 11 ആ ഒരു രീതിയിൽ സ്കൂളിൽ സംഘടിപ്പിച്ച് അങ്ങനെ കുട്ടികളെല്ലാം കുടിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്ന വെള്ളം തീരും. എന്നിട്ട് അവര് പിന്നെ അവിടെ നല്ല കൂളർ ഉണ്ടായിരുന്നു, നല്ല ഡ്രിങ്കിങ് വാട്ടറിന്റെ. അപ്പൊ അതിൽ പോയിട്ട് വെള്ളം ഫില്ല് ചെയ്ത് വീണ്ടും കുടിക്കും. അങ്ങനെയൊക്കെ കുട്ടികളൊക്കെ വെള്ളം കുടിച്ചു തുടങ്ങി. ഓക്കെ. പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഹെൽത്ത് റിലേറ്റഡ് കണ്ടക്ട് ചെയ്യാം. ചില സ്കൂളുകളിലൊക്കെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ ഹാബിറ്റ്സ്, ശരിക്കും ആ ഹാബിറ്റ്സിന്റെ ഫൗണ്ടേഷൻ ഈ ചെറിയ പ്രീ സ്കൂളിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ ക്ലാസ് തുടങ്ങിയ ഗുഡ് ഹാബിറ്റ്സ്, ആ ഒരു ഹെൽത്തി ഹാബിറ്റ്സ്, ഹൈജീൻ, ഇതിനെ കുറിച്ച് നല്ല രീതിയിലൊരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് തന്നെ ഫോളോ ചെയ്തു പോകും. ഓക്കെ. നെക്സ്റ്റ് തേർഡ് പോയിന്റ്. മിസ്സേ, ഞാൻ വായിക്കാം. 3. To make precautionary and preventive measure. It aims to
It aims to take good precaution against pollution and spread of disease. So good hygiene arrangements are made, urinals and toilets are kept clean, sweeping is done daily, and the rooms and the furniture are kept neat and tidy. The edibles in the tuck shop are saved from files. അവിടെയും കറക്ഷൻ ഉള്ളത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ആ ഫയൽസ് അല്ല, പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത് ഫയൽസ് അല്ല, ഫ്ലൈസ്, ഈച്ചയാണ്. FLIES എന്ന് മാറ്റണം. ഈച്ച എന്നുള്ള മീനിങ്ങില് എപ്പോഴും ഭക്ഷണ സാധനം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പ ഈച്ച വന്നിരിക്കും. മഴക്കാലത്ത് വീടുകളിലൊക്കെ ചക്കയും ചക്കപ്പഴവും ഒക്കെ നിറയെ ഉണ്ടാവുമ്പോൾ മിക്കവാറും ഈച്ചകളുടെ ഒരു ബഹളമായിരിക്കും. ഈച്ച ഓടിക്കാനായിട്ട് വീട്ടില് എല്ലാരും കൂടെ കഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അത് ഫയൽസ് അല്ല, ഫ്ലൈസ് എന്ന് മാറ്റണം. FLIES. ജസ്റ്റ് ഐയും എല്ലും കൂടെ അങ്ങ് തിരിഞ്ഞു പോയി. എല്ല് കഴിഞ്ഞിട്ട് ഐ കഴിഞ്ഞിട്ട് എല്ലല്ല, എല്ല് കഴിഞ്ഞിട്ട് ഐ. ഓക്കെ, ടു മേക്ക് പ്രിക്വേഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്, സേഫ് ആയിട്ടുള്ള മെഷേഴ്സ്, മെത്തേഡ്സ്, പ്രിവെന്റ് ചെയ്യാൻ, അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾക്കെതിരെ പ്രിക്വേഷൻ എടുക്കാനും പ്രിവെൻഷൻ എടുക്കാനായിട്ട് ആ രീതിയിലുള്ള മെത്തേഡ്സ് എടുക്കണം. ഗുഡ് പ്രിക്വേഷൻ അഗെയിൻസ്റ്റ് പൊല്യൂഷൻ, നമുക്കറിയാം പല രീതിയിലുള്ള പൊല്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പ്രെഡ് ഓഫ് ഡിസീസസ്, എയറിലൂടെ കുറേ അസുഖങ്ങൾ, കുറേ ജേംസ് സ്പ്രെഡ് ചെയ്യും, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യും. ഒരു മീഡിയമാണ് എയർ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ വെള്ളത്തിലൂടെ, നല്ല വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിലൂടെയും അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫുഡ്, കണ്ടാമിനേറ്റഡ് ഫുഡ്, മോശമായ ഭക്ഷണം. ഇപ്പൊ നമ്മൾ ചില സമയത്ത് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റൊമക്ക് അപ്സെറ്റ് ഒക്കെ വരും. പിന്നെ ഭക്ഷണം ഇങ്ങനെ തുറന്ന് ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഈ ഈച്ചകളും അത് പല പ്രാണികളും വന്നിരിക്കാൻ, ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്കും പല അസുഖങ്ങൾ വരാം. സോ അങ്ങനെ ആ ഹൈജീൻ അറേഞ്ച്മെന്റ്സ് ശരിയായ രീതിയിൽ ചെയ്യും. പിന്നെ യൂറിനൽസും ടോയ്ലറ്റ്സും അതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് വെക്കണം. സ്വീപ്പിംഗ്, എല്ലാ ദിവസവും സ്വീപ്പിംഗ്, ആ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. റൂംസും ഫർണിച്ചറിലൊക്കെ എപ്പോഴും ഈ പൊടി ഇരിക്കാം. പിന്നെ ഇതുപോലെ ഈച്ചയൊക്കെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിയൊക്കെ ഇരിക്കാം. കുട്ടികളാണെങ്കിൽ കൈ പിടിക്കുന്നതുമൊക്കെയാണല്ലോ, ഇരിക്കുന്നതുമൊക്കെയാണല്ലോ. അപ്പൊ അതെല്ലാം എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ടൈഡി, ക്ലീൻ എന്നുള്ള മീനിങ് തന്നെ ടൈഡി ആയിട്ട് വെക്കണം. എഡിബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, ആ ഒരു മീനിങ് ആണ്. ഇൻ ദ ടക്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ക്യാൻഡി സ്റ്റോർ. എല്ലാ സ്കൂളുകളിലും ഇല്ല, ചില സ്കൂളുകളിൽ സ്റ്റോർ ഉണ്ടല്ലേ, ക്യാൻഡി സ്റ്റോർ, ചെറിയ സ്നാക്സും അതുപോലെ തന്നെ സ്വീറ്റ്സ്, മിഠായി, ടോഫീസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ, പിന്നെ ചെറിയ ഡ്രിങ്ക്സ്, ജ്യൂസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ടക്ക് ഷോപ്പുകൾ, ക്യാൻഡി സ്റ്റോറുകൾ ഉണ്ടായിരിക്കും ചില സ്കൂളുകളിൽ, എല്ലായിടത്തും ഇല്ല. അതെല്ലാം ഈച്ചയിൽ നിന്ന് ആ രീതിയിൽ വേണം അത് കീപ്പ് ചെയ്യാൻ. നല്ലപോലെ അടച്ചു വെക്കാൻ പറ്റുന്ന പാത്രങ്ങളിലോ, അല്ലെങ്കിൽ അതുപോലെ ഷെൽഫൊക്കെ ആണെങ്കിൽ, ഗ്ലാസിന്റെ ഷെൽഫൊക്കെ ആണെങ്കിലോ നല്ലപോലെ ക്ലോസ് ചെയ്തൊക്കെ വെച്ചിരിക്കണം, ഈച്ച കിടക്കാത്ത രീതിയിൽ. ഓക്കെ, അപ്പൊ അതാണ് പ്രിക്വേഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്, അതെടുക്കുന്നതിന്റെ കാര്യം. കാരണം അസുഖം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, അതിന് വേണ്ടുന്ന പ്രിക്വേഷൻസ് എടുക്കണം, പ്രിവെൻഷൻ എടുക്കണം. അസുഖം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് വരാതിരിക്കാൻ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം മീൻസ്, എന്തെല്ലാം മെഷേഴ്സ്, മെത്തേഡ്സ്, മാർഗങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും, അതെല്ലാം ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 4th പോയിന്റ്. യെസ്, ആരാ റെഡി ആയിട്ടുള്ളത്? ഫോർത്ത് പോയിന്റ് ആരെങ്കിലും വായിക്കാൻ റെഡി ആണെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ ഞാൻ വായിക്കും. ആരും ഇല്ലേ? ഓക്കെ, സോ ഞാൻ റീഡ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ വായിക്കാം മാം. ഓക്കെ, പ്ലീസ്. To take corrective action against disease is also taken. A medical checkup is made and deformities, injuries and disease are detected and remedial measures are suggested. A good number of people suffer from myopia. An eye examination discovers the extent of short-sightedness. If glasses are not used in time, myopia will increase rapidly. Some people have poor quality teeth. If they suffer from pyorrhea, immediate medical treatment is needed.
ഓക്കെ, സോ ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്, അതായത് ഹീൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ആദ്യം 3rd പോയിന്റിൽ പറഞ്ഞു നമ്മൾ അസുഖം വരാതിരിക്കാൻ പ്രിക്വേഷൻസ്, പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം. ഈ അസുഖം വന്നു പോയാലോ അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം അല്ലെ, അത് ഹീൽ ചെയ്യാനായിട്ട്, അത് ഉണങ്ങാൻ അല്ലെങ്കിൽ ക്യൂർ ആകാൻ അതിന് പറ്റുന്ന റെമഡി എന്താണോ അതിന്റെ മാർഗം, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടതാണെങ്കിൽ ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്ത് അത് ക്ലിയർ ആക്കുക. അതാണ് 4th സ്റ്റെപ്പിൽ പറയുന്നത്, ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. ഹീലിംഗ് അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റെമഡി, അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകളും ഒക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും അത് മാറ്റുക എന്നുള്ളതല്ല, ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് തന്നെയാണെങ്കിൽ ചെയ്ത് തന്നെ മാറ്റുക. ഏതൊരു അസുഖം വന്നാലും അതിനൊരു കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. ചിലർ സ്വയം വൈദ്യം ചെയ്യുന്നവരുണ്ടാവും അല്ലെ, സ്വന്തമായിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഏതൊരു അസുഖത്തിനും അതിന്റെ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ആണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾക്കറിയാം ഒരു ഏജ് ആവുമ്പോഴേക്കും എല്ലാവരും ഒരു മെഡിക്കൽ ചെക്കപ്പ്, എപ്പോഴും ഷുഗർ, പ്രഷർ, അങ്ങനെ ഒരു റൊട്ടീൻ ചെക്കപ്പ് നമ്മുടെ വീട്ടിൽ ഇപ്പൊ പ്രായമായവരുണ്ടെങ്കിൽ, പ്രായവരെന്നല്ല ശരിക്കും 35 ഒക്കെ കഴിയുമ്പോഴെല്ലാരും അത് സ്റ്റാർട്ട് ചെയ്യും. 6 month കൂടുമ്പോ അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. നമുക്ക് തന്നെ നമ്മുടെ ബോഡിയിലെ ചില ചേഞ്ചസ് പെട്ടെന്ന് മനസ്സിലാകും, എന്തോ ഉണ്ട്. സോ നമുക്കത് ഡോക്ടറെ കണ്ട് നമുക്ക് നമ്മളുടെ ഒരു കൺസേൺ അറിയിക്കുകയൊക്കെ ചെയ്യും. സ്കൂളുകളിൽ പലപ്പോഴും മെഡിക്കൽ ചെക്കപ്സ് നടത്താറുണ്ട് അല്ലെ, ഐ ചെക്കപ്പ്, ഡെന്റൽ ചെക്കപ്പ്, അങ്ങനെ പലതും നടത്താറുണ്ട്. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ചില ഈ വാക്സിനേഷന്റെ ചില ഇഞ്ചക്ഷൻസ് ഒക്കെ തരുന്നത് സ്കൂൾ വഴിയായിരുന്നു. അങ്ങനെ സ്കൂളിൽ വെച്ച് അങ്ങനെ ഒരു ദിവസം ഒരു പേടി സ്വപ്നമായിരുന്നു. ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അന്നൊക്കെ ഒരു പേടിയായിരുന്നു. പിന്നെ അതൊക്കെ മാറി, ജസ്റ്റ് ആ കുത്താൻ വരുമ്പോൾ ഒരു ഇതേ ഉള്ളൂ, പിന്നെ അത് ഓക്കെ ആയി. പിന്നെ അപ്പൊ അങ്ങനെ സ്കൂളുകളിൽ ഹെൽത്ത് ചെക്കപ്പ്സ് നടത്താറുണ്ട്. പലപ്പോഴും കുട്ടികളിൽ വരുന്നതാണ് ഈ ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നം അല്ലെ. ഷോർട്ട് സൈറ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് മയോപ്പിയ എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു വേർഡ് പറയുന്നുണ്ടല്ലോ, മയോപ്പിയ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പലപ്പോഴും ഐ ചെക്കപ്പ് ഒക്കെ നടക്കുമ്പോൾ മിക്ക കുട്ടികളും സഫർ ഫ്രം മയോപ്പിയ, പിന്നെ ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റ് എന്താ ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അകലെയുള്ളത് കാണില്ല, അടുത്തുള്ളത് കാണും. ക്ലോസ് അപ്പിയർ ക്ലിയർലി അല്ലെ, ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് അപ്പിയർ ബ്ലേർഡ്, അങ്ങനെ ബ്ലേർഡ് ആയിട്ട് അങ്ങനെ കാണും അകലെയുള്ളത്. പല കുട്ടികൾക്കും ചിലപ്പോൾ ചിലർക്ക് കുറച്ച് നാള് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും. പിന്നെ ചില എക്സസൈസുകളൊക്കെ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ലൈഫ് ലോങ് വെക്കേണ്ടതായിട്ട് വരും. എന്റെ മോൾക്ക് ഷോർട്ട് സൈറ്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ ഒരു കുറച്ചും കൂടി ഒരു പ്രശ്നമുള്ളത് വെച്ചാൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയും. ഈ ഫോക്കസ് ആവില്ല, ദൂരെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ആവില്ല. അവൾക്ക് ലൈഫ് ലോങ് ഗ്ലാസ് വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കുട്ടി LKG പഠിക്കുമ്പോഴാട്ടോ. LKG പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് വീട്ടിൽ വെച്ച് ടിവിയുടെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ പുറകിൽ കൊണ്ടുവന്നൊരിടത്ത് ഇരുത്തിയാലും കുറെ കഴിയുമ്പോൾ വീണ്ടും അടുത്തേക്ക് പോകും. കാരണം ദൂരെന്ന് കുട്ടിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അതിന്റെ അടുത്ത് പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇതിങ്ങനെ മാഗ്നറ്റ് പോലെ വീണ്ടും ടിവിയുടെ അടുത്തേക്ക് പോകും, നമ്മൾ തിരിച്ച് പുറകിലേക്ക് കൊണ്ട് വീണ്ടും പോകും. അപ്പൊ ഇവളെ LKG ചേർത്ത സമയത്ത് ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെക്കാളും ഇവൾക്ക് ഹൈറ്റ് ഉണ്ട്. അപ്പൊ സിസ്റ്റർ എന്ത് ചെയ്യും, ഇവിടെ ഏറ്റവും ബാക്കിലെ സീറ്റിലിരുത്തും. കാരണം ഇവള് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് ബോർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒന്ന് ഇവളെ ബാക്കിലിരുത്തും. അപ്പൊ ഞാൻ കുട്ടി ഇങ്ങനെ വരുമ്പോ ഈ നോട്ട്ബുക്കിൽ എല്ലാം മിസ്റ്റേക്കാ എഴുതിയിരിക്കുന്നത്. ബോർഡിൽ നോക്കി എഴുതുന്ന ഒന്നും ശരിയല്ല, എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് എന്നും ഉണ്ടാവും. ഞാനടുത്ത് എന്താ ഇങ്ങനെ, അപ്പൊ എനിക്കൊരു സംശയം വിഷന്റെ പ്രോബ്ലം ആണ്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്യിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ബൈ ബർത്ത് ഉള്ളതാണ്, അസ്റ്റിഗ്മാറ്റിസ് ആണ്. അപ്പൊ എന്റെ ബ്രദറിന് ഉണ്ടായിരുന്നു, മേ ബി അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് വന്നതാകാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അന്ന് തുടങ്ങി സ്പെക്സ് വയ്ക്കുക. ആൾക്ക് ഇപ്പൊ 18 വയസ്സുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുട്ടികളുടെ പലപ്പോഴും നമ്മളിങ്ങനെ ക്ലാസ്സിലെ എഴുതിക്കൊണ്ട് വരുന്നതിൽ തോന്നിയപ്പോ സംശയം തോന്നിയാണ് നമ്മൾ ചെക്കപ്പ് നടത്തിയത്. സ്കൂളിലും അല്ലാതെയൊക്കെ ഐ ചെക്കപ്പ് ഒക്കെ പിന്നീടൊക്കെ വരാൻ തുടങ്ങി. പിന്നെ കുട്ടികൾക്ക് പ്രോബ്ലം വരുന്നതാണ് അവരുടെ പല്ല്. പ്യുവർ ഡെന്റൽ ഹൈജീൻ, അതാണ് ഈ പല്ലിന്റെ പ്രശ്നം. നമ്മൾ കുട്ടികളെ കളിയാക്കി പറയില്ലേ, നിറയെ മിഠായി കഴിച്ച് പുഴുപ്പല്ലായി എന്നൊക്കെ പറയുന്നത്. ശരിക്കും മധുരമുള്ളത് എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാലും ഏത് സമയത്ത് കഴിച്ചാലും വാ നല്ലതുപോലെ കഴുകണം. ഈ വാ കഴുകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ കുട്ടികളെ കൊണ്ട് നിറയെ വെള്ളം കുടിപ്പിക്കണം. കാരണം മധുരമാണ് ഇറങ്ങിപ്പോയി പല്ലൊന്ന് ക്ലീൻ പോകാൻ വേണ്ടിയിട്ട്. പലപ്പോഴും പുവർ ക്വാളിറ്റി ടീത്ത് ആയിരിക്കും കുട്ടികളിൽ. കാരണം ഇവര് ഇത് ഡെന്റൽ ഹൈജീൻ പുവർ ആവുമ്പോൾ, ഓറൽ ഹൈജീൻ പുവർ ആവുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോ പയൂറിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം വരും. നമ്മൾ മലയാളത്തിൽ പറയില്ലേ മോണപ്പഴുപ്പ്, ഡിസ്ചാർജ് ഓഫ് പസ്. ഇങ്ങനെ പഴുപ്പ് വരണം, ഡിസ്ചാർജ് പസ് ഡിസ്ചാർജ് ചെയ്യുന്നു.
അപ്പോ ദാറ്റ് ഇസ് ആ ഒരു ബ്ലീഡിങ് കം, ചിലപ്പോൾ ചെറുതായിട്ട് ബ്ലഡ് സ്റ്റെയിനും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിന് കാരണം പുവർ ഓറൽ ഹൈജീൻ ആണ്. പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കുക. പണ്ട് കേടായി അകത്തിരുന്നാലും പ്രശ്നമാണ്. ഓക്കെ, ഇനി 5th പോയിന്റ്. എനിക്കും ഷോർട്ട് സൈറ്റ് ആണ് മാം. എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്. ഞാൻ 8ാം ക്ലാസ് മുതൽ സ്പെക്സ് വെക്കുന്നതാ. എപ്പോഴും ഐഡന്റിഫൈ ചെയ്തത് 8ാം ക്ലാസ്സിലാണോ? അതെ, സ്കൂളിൽ വന്നിട്ട് ഇതുപോലെ ചെക്ക് ചെയ്യാൻ. അപ്പൊ എനിക്ക് ബോർഡിലേക്ക് നോക്കുന്ന പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് അത്രയാണ് കാര്യമാക്കില്ല, വീട്ടിലും അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെയായിട്ട് പിന്നെ സ്കൂളിൽ തന്നെ ചെക്ക് ചെയ്തിട്ട് ടീച്ചേഴ്സ് തന്നെ പറഞ്ഞത് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ. Okay, then so next point, 5th one. To develop and promote mental and emotional health. Mental and emotional health is also equally necessary in the school health programs. While physical health made a pupil physically fit, mental and emotional health allows him to maintain an even temper and happy disposition. നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ണിന്റെ ഹെൽത്ത്, പല്ലിന്റെ ഹെൽത്ത്, അസുഖം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കണം, അസുഖം വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് കറക്റ്റ് ആക്ഷൻസ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലെ. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളുടെ ലൈഫ്, വേ ഓഫ് ലിവിങ്, അവരുടെ ഹാബിറ്റ്സ് അതെല്ലാം ശ്രദ്ധിക്കണം. അവർക്ക് ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സോ അങ്ങനെ അൺഹൈജീൻ ആയിട്ടുള്ള രീതികൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് അഡ്രസ് ചെയ്യണം, അത് കറക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഫുഡ്, നല്ല ഫുഡ് ആയിരിക്കണം, നല്ല അതെല്ലാം അതോറിറ്റീസ് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മള്. പിന്നെ ഇപ്പൊ പറയുന്നത് നമ്മളുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെടുക്കുന്ന ക്യൂറേറ്റീവ് മെഷേഴ്സും എല്ലാം പറഞ്ഞു വന്നു. ഇപ്പൊ പറഞ്ഞത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം, നമ്മുടെ വൈകാരികപരമായ ആരോഗ്യം, ഇമോഷണൽ ഹെൽത്ത്, മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്, അതും നെസസറി തന്നെയാണ് അല്ലെ. സോ സ്കൂളുകളിലും അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. പലപ്പോഴും പല കുട്ടികൾക്കും ആരോടും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാതെ വരിക, അവരങ്ങനെ ഭയങ്കരമായിട്ട് സഫോക്കേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് അവർ ഉള്ളിലൊക്കെ അടക്കി വെച്ച് ഭയങ്കരമായിട്ട് ആ ഒരു സ്ട്രെസ് പ്രഷറിലായിരിക്കും. അപ്പൊ അങ്ങനെ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ബാച്ചിലൊരു കുട്ടി പറയുമായിരുന്നു, അതിന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ 13ാമത്തെ നിലയിൽ നിന്നും 17 years കേട്ടോ, 13ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് ചാടി, അപ്പാർട്ട്മെന്റിന്റെ 13ാമത്തെ നിലയിൽ നിന്നും ചാടി സൂയിസൈഡ് ചെയ്യുന്നു. കാരണം ലവ് ഫെയിലിയർ. പെൺകുട്ടി ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ബ്രേക്കപ്പ് ആയി, അതുകൊണ്ട് താങ്ങാൻ പറ്റിയില്ല. ദാറ്റ് മീൻസ് അവന്റെ ഇമോഷണൽ ഹെൽത്ത് അത്രയും പൂവറായിരുന്നു. അവൻ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടിയില്ല, അതിനെ ഓവർകം ചെയ്യാനോ അത് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെയാണ് ആ കുട്ടിയെടുത്ത് ചാടിയത്. അപ്പം കുട്ടികളിൽ ഇതുപോലെ തന്നെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അത് പ്രൊമോട്ട് ചെയ്യണം. നമ്മളുടെ എല്ലാ ബാച്ചിനും ഞാനൊരു സർവേ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ സർവേയില് കുറെ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ ടൈം ആവണേ ഉള്ളൂ. കുറെ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്, കുറെ ഒരു 35-40 അത്രയും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ഉണ്ട്, ഡോണ്ട് നോ, സംടൈംസ്, അങ്ങനെയൊക്കെ 4 ഓപ്ഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻസിന്. അപ്പൊ ഈ പല പാരന്റ്സിനെയും കാണുമ്പോൾ പല പ്രശ്നങ്ങളും അവരിങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്നു. ചില കുട്ടികൾ ചില കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നു. അപ്പൊ നമ്മൾ ഈ സർവേ ചെയ്യുന്നത് നമ്മൾ കോഴ്സിന് വേണ്ടിയിട്ട് ചെയ്തൊരു റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും പലരുടെയും പല പ്രശ്നങ്ങൾ ചിലർ പറയും, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. എന്നാലും നമുക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവരുടെ വില്ലിങ്സോട് കൂടി നമുക്ക് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെ ഒരു കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ സഫർ ചെയ്യുന്ന ഒരു കേസ് ആ കുട്ടി ഇടപെട്ടു, അതൊക്കെ നല്ല സ്മൂത്തായി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ സർവേ ചെയ്യാൻ പോയപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഓരോ ബാച്ചിലെ കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അത് ഡെവലപ്പ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക. ഫിസിക്കലി ഫിറ്റ് മാത്രമല്ല, മെന്റലി അതുപോലെ തന്നെ ഇമോഷണലി ഹെൽത്ത്. അതാവുമ്പോൾ ഈ പെട്ടെന്ന് ദേഷ്യം, വാശി അങ്ങനെയൊക്കെ കാണിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് അവർക്ക് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ഇമോഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് 6th വൺ. അടുത്തത് ആരാ റീഡ് ചെയ്യാം? ഞാൻ റീഡ് ചെയ്യാം. To develop a sense of civic responsibility among pupils.
It has become today's necessity to develop a sense of civic responsibility in our students. They generally fall in their duty to help their fellow students in particular and other persons in general. They do not come to the assistance of others in the time of need and help their suffering. So, one of the objectives of health education is to develop a sense of civic responsibility. Through health education, pupils are to be made aware of social crimes like spitting anywhere, sneezing, and coughing on the face of others. ഓക്കെ. സോ സിവിക് റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ സൊസൈറ്റിയോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഈ നേച്ചർ, മദർ നേച്ചറിൽ നിന്ന് നമ്മളെ ദൂരം റിസോഴ്സസ് എടുക്കുന്നത്, ഫുഡ്, വാട്ടർ, ഇതെല്ലാം കിട്ടുന്നത് നമ്മൾക്ക് ഈ നേച്ചറിൽ നിന്നാണല്ലേ. അപ്പൊ ആ നേച്ചറിനോട് നമുക്ക് തിരിച്ചൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അത് ചെറുപ്പം തുടങ്ങിയ കുട്ടികളെ ശീലിപ്പിക്കുവാണെങ്കിൽ അവരൊരിക്കലും അനിമൽസിനെ ഹാം ചെയ്യില്ല, ചെടികൾ ചവിട്ടിക്കൂട്ടി നശിപ്പിക്കില്ല, അങ്ങനെ ചെടികൾ കൂടുതൽ വളർത്താനേ ശ്രമിക്കുള്ളൂ. ഓക്കെ. പിന്നെ പരിസരം വൃത്തികേടാക്കില്ല, ചപ്പുചോറൊക്കെ വലിച്ചു വാരിയിട്ട് തുപ്പി അങ്ങനെയൊന്നും ആക്കില്ല. അപ്പൊ ആ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം, എമംഗ് പീപ്പിൾസ്, എമംഗ് സ്റ്റുഡൻസ്. അത് ഡെവലപ്പ് ചെയ്യണം. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. അങ്ങനൊരു സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അവൻ വളരുന്ന സൊസൈറ്റിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, കടപ്പാടെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതില് ആ ഒരു ഡ്യൂട്ടി അവൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അവന്റെ ഫെല്ലോ ബീയിങ്സ്, കൂടെയുള്ള മറ്റു സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും. ഡ്യൂട്ടി ടു ഹെൽപ്പ് അതർ ഫെല്ലോ സ്റ്റുഡൻസ്. അങ്ങനെ ആരെയായാലും, വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കൂടെയുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഒരാളൊരു സഫറിങ്, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. സ്കൂളുകളിലൊക്കെ ഈ NSS, മറ്റേ നാഷണൽ സർവീസ് സ്കീം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെയൊക്കെ ഉദ്ദേശം കുട്ടികളിൽ ഇങ്ങനെയുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അവരത് മനസ്സിലാക്കി ആ ഒരു താല്പര്യത്തോടു കൂടി അവര് സൊസൈറ്റിയോട് ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കണം. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവും ഇത് തന്നെയാണ്, സിവിക് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് മനസ്സിലാകണം സോഷ്യൽ ക്രൈംസ് എന്തൊക്കെയാണ്, നമ്മൾ സൊസൈറ്റിയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആ ക്രൈംസിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാകും. കാരണം പുറത്ത് കർക്കിച്ച് തുപ്പുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് ഈ തുമ്മുക, ചുമക്കുക, ഇതെല്ലാം സോഷ്യൽ ക്രൈംസിൽ വരുന്നാണ് പറയുന്നത് ആസ് പെർ WHO. അങ്ങനെയുള്ള കാര്യം. പിന്നെ പുറത്ത് ലിറ്റർ ചെയ്യുക, എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി തള്ളുക, പിന്നെ യൂറിൻ പാസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ സോഷ്യൽ ക്രൈംസ് ആണ്. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്താലും അത് സോഷ്യൽ ക്രൈംസ് ആണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ എയിംസ് ആൻഡ് വാല്യൂസ് എന്നുള്ള രീതിയിൽ കുറെ പോയിന്റ്സ് പറഞ്ഞു പോയാൽ ഒരു ഏകദേശം 6 പോയിന്റ്സ് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും വെച്ചിട്ടാണ് ആ ഒരു 6 പോയിന്റ്സ് വന്നത്. അതിലെ മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും വന്നു, അതുപോലെ തന്നെ അല്ലാതെയുള്ള ഹാബിറ്റ്സ്, അങ്ങനെ കാര്യങ്ങളും എല്ലാം വന്നു. ഓക്കെ, നെക്സ്റ്റ് ഇൻസൈഡ് ദ സ്കൂളും ഔട്ട്സൈഡ് ദ സ്കൂളും. സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സ്കൂളിന് പുറത്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹൈജീൻ. ഓക്കെ, ഇൻസൈഡ് ദ സ്കൂൾ എന്നുള്ള പോർഷൻ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കട്ടെ മാം. ഓക്കെ. Inside the school. A school has to arrange activities in following areas and in manners given below. The school should be given situated in a place with a healthy atmosphere. Regular health inspections and maintenance of health records of students. The help of local authorities may also be utilized to form health programs in school. Provide first aid for the essential. It should be taken care of the students are getting clean and a healthy food and drink which are more natural. ഇൻസൈഡ് ദ സ്കൂൾ. നമുക്കറിയാം സ്കൂളിൽ ഒരു കുട്ടിക്ക്, നമ്മളിപ്പോ ഒരു ആദ്യമായിട്ട് നമ്മുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ആ സ്കൂളിൽ എന്തെല്ലാം ഫെസിലിറ്റികൾ ഉണ്ട്, അവിടുത്തെ പ്ലേ ഏരിയ എങ്ങനെയാണ്, ടോയ്ലറ്റ് എങ്ങനെയാണ്, ക്ലാസ് റൂം എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് എന്തെല്ലാം സ്കൂളില്
ശ്രദ്ധിക്കണം. ഇപ്പൊ സ്കൂൾ അതോറിറ്റീസ് ആണെങ്കിലും അവരെങ്ങനെ നോക്കണം, ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരിക്കണം ആ സ്കൂളിന്റെ ബിൽഡിംഗ് നിൽക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ എ പ്ലേസ് വിത്ത് ഹെൽത്തി അറ്റ്മോസ്ഫിയർ. അങ്ങനെയുള്ള നല്ല ഇത് അടുത്ത് ഇപ്പം ഫാക്ടറീസ് അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ പോകുന്ന സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്. ആ രീതിയിലുള്ള ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരിക്കണം. പിന്നെ സ്കൂളിലെ റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷൻ വേണം. പിന്നെ കുട്ടികളുടെ ഒരു ഹെൽത്ത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ലോക്കൽ അതോറിറ്റീസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ലോക്കൽ അതോറിറ്റീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് പല ഹെൽത്ത് പ്രോഗ്രാംസും സ്കൂളിൽ വെക്കാം. ഇത് എന്റെയൊക്കെ മോന്റെ സ്കൂളിൽ നിന്ന് അവർക്ക് ഡയറി കൊടുക്കുമ്പോൾ അതിനകത്തൊരു കുറെ ഫില്ല് ചെയ്യാനുള്ളൊരു പേജ് ഉണ്ടാകും. അതായത് അതിൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഹൈറ്റ്, വെയിറ്റ്, എന്തിനോടെങ്കിലും അലർജി ഉണ്ടോ, എന്തെങ്കിലും മരുന്ന് സ്ഥിരമായി കഴിക്കുന്നതാണോ, അങ്ങനെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അങ്ങനെ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ അതൊരു ഹെൽത്ത് റെക്കോർഡായിട്ട് അവരവിടെ സൂക്ഷിക്കും. പിന്നെ ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത്, D1 ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്, ചില ഇഞ്ചക്ഷൻസ്, അങ്ങനെ പിന്നെ ഇതുപോലെ നൈറ്റ് ചെക്കപ്പ്, ഡെന്റൽ ചെക്കപ്പ്, പിന്നെ ഇയറിന്റെ, അങ്ങനെ പല പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് മസ്റ്റ് ആയിട്ട് സ്കൂളിൽ വേണ്ടതാണല്ലേ, കുട്ടികൾ ഓടിക്കളിക്കും അങ്ങനെ. അപ്പൊ ചിലപ്പോ പല ഇഞ്ചുറീസും സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് എയ്ഡ് മസ്റ്റ് ആയിട്ട് അത് എസെൻഷ്യൽ ആയിട്ട് അവിടെ സൂക്ഷിക്കണം. പിന്നെ എൻഷുർ ചെയ്യണം, ഉറപ്പാക്കണം സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ്. അവർക്ക് നല്ല ക്ലീൻ അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് തന്നെയാണോ കിട്ടുന്നത്. പിന്നെ അവർ കുടിക്കുന്ന വെള്ളം എല്ലാം നാച്ചുറൽ, അതായത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സോ സിന്തറ്റിക് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലർത്തിയ ഭക്ഷണോ ഫുഡും അല്ല എന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ നമ്മൾ ഇപ്പൊ വീട്ടിൽ നിന്ന് കൊടുത്തു വരുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കെയർ ചെയ്തായിരിക്കുമല്ലോ കൊടുക്കുന്നത്. ചില സ്കൂളുകൾ നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുമല്ലോ. ആ നോൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് നീറ്റ് ആണെന്നുള്ളത് ഉറപ്പാണ്. നെക്സ്റ്റ് ഔട്ട്സൈഡ് ദ സ്കൂളാണ്. Standard of living. If the standard of living of the society is high, the health and hygiene of the people can be untouched. It should be the corporation of the society and the government to raise the standard of living of the people. Second, sanitation and hygiene. Sanitation and hygiene of the city or village is very important. If the city is dirty and the premise of the school is not cleaned, children cannot escape falling prey to disease. Third, food and cloth. Food provided to children should be healthy and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight nor too loose. Fourth, house. The location and plan of the house have a good role in keeping the health of the people in good. Ventilation and sunlight is necessary. Atmosphere should be neat and free from unhealthy conditions. 5. Interior. The interior should be keep it neat and clean for the children to be free from unhealthy situations. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്സൈഡ് ദ സ്കൂൾ. ഓക്കെ, നമ്മളിപ്പോ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പാരന്റ്സ് ഭയങ്കര കൺസേൺ ആണ് സ്കൂളിനുള്ളിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സ്കൂളിന് പുറത്ത്, അത് നമ്മുടെ വീട്, അവർ വരുന്ന കമ്മ്യൂണിറ്റി എല്ലാം ഉൾപ്പെടും. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇപ്പൊ ഒരു സൊസൈറ്റി, ഒരു റെസിഡൻസ് ഏരിയ, ഒരു അസോസിയേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷൻകാർ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻകാര് ഭയങ്കരമായിട്ട് കെയർ എടുക്കും. അവരുടെ അടുത്തോട് പോകുന്ന കാന നല്ല ക്ലീൻ ആക്കാൻ, ഏതെങ്കിലും വാട്ടർ സോഴ്സസ് ഉണ്ടെങ്കിൽ അതെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ആ ഒരു അസോസിയേഷൻ, ആ ഒരു ഏരിയയിലെ വേസ്റ്റ്, ഗാർബേജ് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ അതിനെ ഡിസ്പോസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക, അങ്ങനെയെല്ലാം അവർ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്തി സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും ഹെൽത്തി ആയിരിക്കും. നമ്മളിത് ഉദ്ദേശിക്കുന്നത് ഭയങ്കര റിച്ച്, ഭയങ്കര സ്റ്റാറ്റസ് അങ്ങനെയല്ല. നമ്മുടെ ഹെൽത്ത്, ഹൈജീൻ അതൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് അങ്ങനെയുള്ള ഒരു ഹെൽത്തി സൊസൈറ്റിയിലാണ്, ഹൈ സൊസൈറ്റിയിൽ, അങ്ങനെ ആ രീതിയിൽ ഒരു ഹൈ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ഇതുപോലെ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇത് അവർ ക്യാൻ ബി അൺടച്ച്ഡ്, നോട്ട് അഫക്റ്റഡ് എന്നാ പറയുന്നത്. അവർ അഫക്ട് ചെയ്യുന്നില്ല അസുഖങ്ങളൊന്നും.
കാരണം ഒരു നല്ല സ്റ്റാൻഡേർഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇത് അപ്പൊ അതൊരു സൊസൈറ്റിയുടെ കാര്യമാണെങ്കിൽ, ഇങ്ങനെ കുറെ സൊസൈറ്റികൾ അതുപോലെ വരുവാണെങ്കിൽ, ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു ആരോഗ്യപരമായ ഒരു സമൂഹമായിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെ കുറെ സൊസൈറ്റികൾ ചേരുമ്പോഴേക്കും ആ ഒരു ഏരിയ, ആ ഒരു നാട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് വരും. ഇപ്പൊ ഗവൺമെന്റിന് എളുപ്പമാവും. ഗവൺമെന്റിന് ഈ ആളുകളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഭയങ്കര ഒരു കൺസേൺ കാണിക്കുകയാണെങ്കിൽ തന്നെയും ആ ഒരു സൊസൈറ്റിയിലെ ആളുകൾ തീരുമാനിച്ച് അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഇംപ്രൂവ് ആക്കുമ്പോൾ ഗവൺമെന്റിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് റേസ് ചെയ്യുക എന്നുള്ളത് ആണ് ഗവൺമെന്റ്. അങ്ങനെ ചെയ്യുമ്പോൾ അസുഖങ്ങൾ കുറവായിരിക്കും അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ. പിന്നെ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. കോവിഡ് സമയത്ത് നമ്മൾ ഭയങ്കരമായി കേട്ടൊരു വാക്കാണ് സാനിറ്റൈസേഷൻ എന്നുള്ള, അല്ലെ? സാനിറ്റൈസർ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ പക്ഷെ പണ്ട് തുടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ടോ? വേറൊന്നല്ല, മോളെ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഞാൻ ഈ സംഭവം വാങ്ങിച്ചു. സാനിറ്റൈസർ വാങ്ങി എന്റെ ബാഗിൽ വെക്കും. അപ്പം പുറത്തു പോയിട്ടൊക്കെ വരുവാണെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ കൈ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ പുറത്തിരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കൈയൊന്നും കഴുകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെങ്കിൽ ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഇവള് ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെ. കാരണം കുഞ്ഞു ബേബി ആയിരിക്കുമ്പോൾ നമ്മൾ യാത്രയിലൊക്കെ കുട്ടിക്ക് ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും, ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കൈ കഴുകാനോ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് സാനിറ്റൈസർ ഉപയോഗിക്കുക. പിന്നെ ഈ കോവിഡ് സമയമായപ്പോൾ അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ആൾക്കാര്. എല്ലായിടത്തും സാനിറ്റൈസർ, അല്ലെ? പിന്നെ സോ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ കോവിഡ് സമയത്ത് നമ്മൾ കേട്ടതാണ്. ഏതെങ്കിലും ഒരു ഏരിയയില്, ഇപ്പൊ ഒരു ഓഫീസില് കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഒരാളുണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഓഫീസ് മുഴുവനും ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എന്റെ ലാപ്ടോപ്പ് ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി. ആ ഏരിയ മുഴുവൻ സാനിറ്റൈസ് ചെയ്യും. അല്ലെങ്കിൽ ആ പേഷ്യന്റ് യൂസ് ചെയ്ത വണ്ടിയാണെങ്കിൽ ആ വണ്ടി മുഴുവൻ സാനിറ്റൈസ് ചെയ്യും. തുടക്കമൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര ഇതായിരുന്നു, അല്ലെ? പിന്നെയാണ് അതിന്റെ മാറ്റങ്ങൾ. ഇപ്പൊ ആർക്കൊക്കെ കോവിഡൊക്കെ എത്ര പ്രാവശ്യം വന്നത് പോലും നമുക്ക് അറിയില്ല. ആ രീതിയിലായി മാറിക്കഴിഞ്ഞു. അതുമായിട്ട് യൂസ്ഡ് ആയി. ഓരോ അസുഖങ്ങൾ വരുമ്പോൾ പിന്നീട് അത് ആൾക്കാരുടെ ബോഡി അതുമായിട്ട് യൂസ്ഡ് ആവുമ്പോൾ ഇമ്മ്യൂണിറ്റി അതിനനുസരിച്ച് ചേഞ്ച് ആവും. ഒരു സിറ്റിയുടെ അതുപോലെ സാനിറ്റേഷൻ, ഹൈജീൻ, മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ പലപ്പോഴും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇതുപോലെ നമ്മളുടെ വീടും പരിസരത്തൊക്കെ ഇതുപോലെ സാനിറ്റേഷൻ ചെയ്തിട്ടൊക്കെ പോവാറുണ്ട്. മരുന്നടിച്ചിട്ടൊക്കെ പോകുന്ന കാണാറില്ലേ? കാനകളെല്ലാം അവരിങ്ങനെ മരുന്നടിക്കുന്നതാണ്. സിറ്റി ഡേർട്ടി ആണ്. ആ സിറ്റിയിലുള്ള സ്കൂൾ ഇതുപോലെ ക്ലീൻഡ് ഒന്നും അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരും. കാരണം അവര് പോകുന്ന ഏരിയ മുഴുവൻ സ്കൂളൊട്ടും ക്ലീൻ അല്ല, അവർ ജീവിക്കുന്ന സിറ്റി ക്ലീൻ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ ചാൻസ്. നെക്സ്റ്റ്, ഫുഡ് ആൻഡ് ക്ലോത്ത്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നല്ല ഹൈജീൻ ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അവർ ഇടുന്ന ഡ്രസ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഇടിക്കാനായിട്ട് നോക്കണം. പിന്നെ ക്ലോത്ത്സ് ഭയങ്കര എക്സ്പെൻസീവ് എന്നുള്ളതല്ല, അത് എന്താ പറയാ, നല്ല നീറ്റ് ക്ലീൻ ആയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ഭയങ്കര ടൈറ്റും ആവരുത്, ഭയങ്കര ലൂസും ആവരുത്. നേരത്തെ മോന്റെ കാര്യം പറഞ്ഞ പോലെ അവന്റെ ചേട്ടന്റെ ട്രൗസർ ഇടിക്കും, അവൻ ഓടുമ്പോഴേക്കും അത് ഊരിപ്പോവും. അങ്ങനെ അതുപോലെ ലൂസ് ആയിരിക്കരുത്, കറക്റ്റ് പാകമായിരിക്കണം. ഭയങ്കര ടൈറ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് സഫോക്കേഷൻ വരും. ഹൗസ്, വീടിന്റെ ലൊക്കേഷൻ ഇതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം. നല്ല വെന്റിലേഷൻ, കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്ന രീതിയിലുള്ള ഒരു വീടായിരിക്കണം. അറ്റ്മോസ്ഫിയർ നല്ല നീറ്റ്, അതുപോലെ തന്നെ അൺഹെൽത്തി കണ്ടീഷനിൽ നിന്നും ഫ്രീ ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇന്റീരിയർ. അതായത് വീടിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഫർണിച്ചർ ആണെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ, നമ്മളൊരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണെങ്കിലും ശരി, അത് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. കുട്ടികൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒന്നും ആയിരിക്കും. നെക്സ്റ്റ്, ഹെൽത്ത് എഡ്യൂക്കേഷനിൽ സ്കൂളിന്റെ റോളാണ് നെക്സ്റ്റ് വരുന്നത്. ഇത് ആരാ വായിക്കും? ആ ഒരു പോയിന്റ്സ് ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിട്ടില്ലേ?
അവിടെ വരെ വായിക്കണേ. ഡെവലപ്പിംഗ് സോഷ്യൽ ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, യൂസിങ് പബ്ലിക് പ്ലേസസ് എക്സെട്ര. ആരാ റെഡി ആയിട്ടുള്ളത്? വായിക്കട്ടെ മിസ്. Schools have a vital role to play in developing health awareness among the children. The sense of hygiene or well-being should last in the whole life of individual. School should assert on cleanliness and neatness along with the sense of hygiene. The school should help to develop essential habit of health. They include, first one, washing hands and mouth before and after having. Keep personal hygiene by maintaining neatness and cleanliness. Regular toilet habits, brushing teeth twice a day, using the toilet properly, washing oneself whenever necessary, especially after play, journey, etc. Also developing these habits, the school must take care in providing children with healthy, balanced food, developing social habits of eating, drinking, using public places, etc. Various agencies for improving health education. ഓക്കെ, സോ സ്കൂളിന്റെ റോള് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ. അപ്പൊ നമുക്ക് സ്കൂളിലൂടെ പല അവയർനെസ് ക്ലാസ്സസും, അത് ചെറിയ ക്ലാസ് തുടങ്ങി ഇവർക്ക് കിട്ടും. പല രീതിയിലുള്ള ചെക്കപ്സ് കിട്ടും, അവരുടെ ഹാബിറ്റ്സിൽ ചേഞ്ചസ് വരുന്ന രീതിയിൽ, അവരെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും അവർക്ക് കിട്ടും. അങ്ങനെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് തന്നെ മാറുന്നതിനൊരു മെയിൻ റോള്, നല്ലൊരു റോള്, ഇമ്പോർട്ടന്റ് റോള് തന്നെ സ്കൂളുകൾക്കുണ്ട്. ഓക്കെ, സ്കൂളിന് അതുപോലുള്ള ഇമ്പോർട്ടന്റ് റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. കുട്ടികളിൽ നല്ല ഹെൽത്ത് അലർട്ട്നെസ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്തും ഹൈജീനും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളൊരു അവയർനെസ് അവർക്ക് കൊടുക്കും. പിന്നെ അപ്പൊ ചെറുപ്പത്തിലേ തന്നെ അവർക്ക് ആ ഒരു ഹൈജീൻ, എങ്ങനെ ഹൈജീൻ ആയിരിക്കണം, എങ്ങനെ ക്ലീൻ ആയിട്ട് നടക്കണം, എന്ത് ചെയ്യണം, രാവിലെ എണീറ്റ ഉടനെ, രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കിടക്കേണ്ടത്, ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയുള്ള ഫുഡ് ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ഹെൽത്തിന്റെ പല ഹാബിറ്റ്സും പഠിപ്പിക്കുന്നതിൽ അതും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കൂളിലെ പല ആക്ടിവിറ്റീസും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പോയിന്റ്സ് ആയിട്ട്. നമുക്കതെല്ലാം അറിയാം. വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നല്ലതുപോലെ കൈയും വായും നല്ലതുപോലെ കഴുകണം എന്നാണ് പറയുന്നത്. ദെൻ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം നമ്മൾ പറയില്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഒരു ബാച്ചിലൊരു കുട്ടി ഇത് അംഗൻവാടികളുണ്ടല്ലോ, അംഗൻവാടികളൊക്കെ ഇപ്പൊ പാർക്കിംഗ് ആണല്ലോ, ചെറിയ ബേബീസും കുട്ടികളാണല്ലോ വരുന്നത്. അവിടെ ചെന്ന് ഇതുപോലെ ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഒരു ക്ലാസ് എടുത്തു കൊടുത്തു. കുട്ടികളുടെ രീതിക്ക് പാട്ടുപാടി, ചാട്ടൊക്കെ കാണിച്ച്, പിക്ചേഴ്സ് ഒക്കെ കാണിച്ച് അവരെ കൊണ്ടൊക്കെ തന്നെ സംസാരിപ്പിച്ച് അങ്ങനെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. അത് വീട്ടിൽ നിന്ന് ശീലിക്കേണ്ട ഒരു കാര്യമാണ് ഈ റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. നമ്മൾ ഒരു ഏജ് ആവുമ്പോഴേ കുട്ടിയെ പോട്ടി ട്രെയിനിങ് ചെയ്യിക്കും അല്ലെ, കറക്റ്റ് ടോയ്ലറ്റ് ട്രെയിനിങ്. അവർ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടും. അപ്പൊ ആ നല്ല രീതിയിലുള്ള പോട്ടി ടോയ്ലറ്റ് ഹാബിറ്റ്സ് വേണം. അതില് ടോയ്ലറ്റ് ഹാബിറ്റ്സിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അവർ യൂസ് ചെയ്ത ടോയ്ലറ്റ് അവർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നീറ്റാക്കി ക്ലീൻ ആക്കുക. അത് വേറൊരാളെ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യരുത്. അതും ടോയ്ലറ്റ് ഹാബിറ്റ്സിൽ വരും. പിന്നെ 2 നേരവും ബ്രഷ് ചെയ്യുക എന്നുള്ളത്. പിന്നെ യൂസിങ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി, അതിപ്പോ പറഞ്ഞല്ലോ ഞാൻ. പിന്നെ ഇത് കളിക്കാനൊക്കെ പുറത്തു പോകും, അതുപോലെ തന്നെ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ കുളിക്കുന്നത് നന്നായിരിക്കും. ആ ഒരു ശീലം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ പല ഹാബിറ്റ്സും ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്കൂളുകളുടെ റോള് വളരെ ഇമ്പോർട്ടന്റുമാണ്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ബാലൻസ് ഫുഡ് തന്നെയല്ലേ കുട്ടി കഴിക്കുന്നത് എന്നുള്ളത് സ്കൂൾ അതോറിറ്റീസും ഉറപ്പാക്കണം. സ്കൂളിൽ നോൺ മീല് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതുപോലെയുള്ള ബാലൻസ് ഫുഡ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ സോഷ്യൽ ഹാബിറ്റ്സ്, അതായത് ഇപ്പൊ നമ്മൾ പുറത്തു പോകുന്നു, പബ്ലിക് പ്ലേസിൽ ഇപ്പൊ ഒരു ഫംഗ്ഷന് പോകുവാണെങ്കിൽ, ഫംഗ്ഷന് പോകുമ്പോൾ മാരേജ് ഫംഗ്ഷനോ റിസപ്ഷനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ പുറത്തു പോയി കുറെ ആളുകളുടെ കൂടെ ഇരുന്നൊക്കെ ആയിരിക്കുമല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട ഹാബിറ്റ്സ്, ആ ഒരു സോഷ്യൽ ഹാബിറ്റ്സ്, അത് വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം. സ്കൂളിൽ എത്തുമ്പോൾ അത് നല്ല രീതിയിൽ നടക്കും. കാരണം കുറേ ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ കൂടെ ഇരുന്ന കഴിക്കുന്നത്. അപ്പൊ സ്കൂളിൽ നിന്നുള്ള അവരും അതിനനുസരിച്ച് ഇവരെ ഗൈഡ് ചെയ്യും. അപ്പൊ പുറത്തു പോകുമ്പോൾ
അതിപ്പോ അതെല്ലാം ഒരു ഹോട്ടലിൽ എല്ലാ ഫാമിലി മുഴുവനായിട്ട് പോയി കഴിക്കുമ്പോൾ കുട്ടി ആ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് അത് നല്ല രീതിയിലായിരിക്കണം എന്നാ പറയാ. ചില കുട്ടികൾ താഴേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ആക്കി അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമല്ലോ. ആ രീതിയിലൊന്നും ആവാതെ നീറ്റായിട്ട് അവർ കഴിക്കും. അത് ഡ്രിങ്ക്സ് ജ്യൂസ് അതുപോലെ തന്നെ ചായ അങ്ങനെയൊക്കെ കുടിക്കുമ്പോഴാണെങ്കിലും പബ്ലിക് പ്ലേസസിൽ പോകുമ്പോൾ ഇവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നല്ല രീതിയിലായിരിക്കണം. അത് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മളിപ്പോ സ്കൂളില്, വീട്ടില്, പുറത്ത്, സൊസൈറ്റിയില്, ലോക്കൽ അതോറിറ്റീസ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, എങ്ങനെയായിരിക്കണം ഹാബിറ്റ്സ് പോട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഇങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇപ്പൊ സ്കൂളിൽ നമുക്ക് പല രീതിയിൽ കിട്ടുന്നു. ലോക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് പല ഹെൽത്ത് പ്രോഗ്രാംസ് നടത്തുന്നു. ടീച്ചർമാർ പല അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുന്നു. ഇത് കൂടാതെ ഏതെല്ലാം മീഡിയത്തിലൂടെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് അവയർനെസ് കിട്ടുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ്. ഓക്കെ, ധാരാവാഹിക്കാം ഇവിടം വരെ എക്സെട്ര എന്നുള്ള ഭാഗം വരെ. ഞാൻ വായിക്കാം. Various agencies for improving health educations are 1. Books, 2. Charts and posters showing proper hygiene situation. 3rd one, chart including the rules of healthy living. 4th one, feature film, radio programs, etc. When it comes to the level of the small children, they learn many things by role modeling. So teachers and other adults who collaborate with them can show good health habits in school, particularly in usage of toilets, washing hands before eating something, etc. ഓക്കെ, നമുക്ക് വേരിയസ് ഏജൻസീസ് ഹെൽത്ത് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അവയർനെസ് തരുന്നത്, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ എങ്ങനെ ഹെൽത്ത് ഹൈജീൻ ഇംപ്രൂവ് ആക്കാം, അങ്ങനെ നമുക്ക് കിട്ടുന്ന വേരിയസ് ഏജൻസീസിനെ കുറിച്ചാണ് പറയുന്നത്. ബുക്സ്, നമുക്കറിയാവുന്ന ആരോഗ്യം എന്നൊക്കെ പറഞ്ഞുള്ള ബുക്കുകൾ ഉണ്ടല്ലേ. ബുക്സ് കുട്ടികളുടെ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു ബുക്കാണ് ഫസ്റ്റ് ക്രൈ ഇന്ത്യ എന്നും പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിൽ കൂടുതലായിട്ട് ചിൽഡ്രൻസ് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും നിറയെ ചാർട്ട് പോസ്റ്റേഴ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. പല അസുഖങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അസുഖത്തിന്റെ സിംറ്റംസ് എന്താണ്, അസുഖം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അസുഖം വരാതിരിക്കുക, അങ്ങനെ കുറേ ചാർട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അമ്മയുടെ പാലാണ് കുട്ടിക്ക് നല്ലത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സെഷനിൽ അങ്ങനെ കുറെ ഉണ്ടാവും. ഓക്കെ, പിന്നെ എല്ലിന്റെ പല കാര്യങ്ങൾ ഇടുമ്പോൾ അങ്ങനെ കുറെ ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ചാർട്ടുകൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ചാർട്ട് പോസ്റ്റേഴ്സിൽ നിന്നൊക്കെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. പ്രോപ്പർ ഹൈജീൻ എന്താണ് ചെയ്യേണ്ടത്, ഗുഡ് ഹാബിറ്റ്സ്, പിന്നെ ഡെയിലി നല്ലൊരു റൊട്ടീൻ അത് ഫോളോ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചാർട്ട് ഇൻക്ലൂഡിങ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്, നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള ചില ചാർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ ചില മൂവീസിലൂടെ നമുക്ക് ഇതുപോലെ ഹെൽത്തിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് കിട്ടും. അങ്ങനെ ഏതെങ്കിലും മൂവി ഓർമ്മയുണ്ടോ? പിന്നെ ചില റേഡിയോ പ്രോഗ്രാംസ്, TV പ്രോഗ്രാംസ്, യൂട്യൂബ് ചാനൽസ് ഒക്കെ ഇല്ലേ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് ഏജൻസീസ്. ഏതാ ഒരു മൂവി പറയാൻ പറ്റുക? അങ്ങനെ മൂവി ഇല്ലേ, അറിയില്ലേ? ഞാനൊരു മൂവി കണ്ടിരുന്നു. ആ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൊച്ചുമോൻ, ആ മോൻ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ് വേണമെന്നും പറഞ്ഞിട്ട് ടോയ്ലറ്റ് ഇല്ല അവരുടെ അവിടെ. അവര് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ രാത്രിയാകുമ്പോൾ പോയിട്ടാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയും മോനും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടി ടോയ്ലറ്റിന് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർക്ക് കത്ത് കൊടുക്കാൻ പോകുന്ന ഒരു മോന്റെ ഒരു കഥ ഹിന്ദിയാണ്, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. എനിക്ക് 2:30 തന്നെ വേറൊരു ക്ലാസ് ഉണ്ട്. ഞാനത് ജസ്റ്റ് കഥ പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ. Thank you, Miss. Thank you, Miss. Sign out, ma'am. പറയും. A huge thank you to our respected teacher, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. Disha ma'am, for an engaging and informative online session today. Your patience and clarity and expertise made the class truly enriching. Thank you to all my dear friends for your active participation and enthusiasm. Looking forward to the next class. Thank you all. ഓക്കെ, ഡൗട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്താൽ മതിയോ? ഞാൻ കേട്ടു ദീപ മതി അസൈൻമെന്റിന്റെ കാര്യമായിരുന്നു. ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്ലിയർ ചെയ്തരാം. കാരണം 2:30 PG യുടെ ക്ലാസ്സിൽ കയറാം. ഓക്കെ താങ്ക് യു. ബൈ, താങ്ക് യു.